നമസ്കാരം. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുമോ ഇല്ലയോ എന്നത് മുൻകൂട്ടി അറിയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു പുതുവർഷമൊക്കെ തുടങ്ങുമ്പോൾ. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സാമ്പത്തിക വിജയത്തെക്കുറിച്ച് നിരവധി സൂചനകളും പ്രവചനങ്ങളും നൽകാൻ വേദജ്യോതിഷത്തിന് കഴിയും. സമ്പത്തുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങൾ, ഭാവങ്ങൾ, നക്ഷത്രങ്ങളുടെ സ്വാധീനം എന്നിങ്ങനെ പല ഘടകങ്ങൾ വിലയിരുത്തിയാണ് വേദജ്യോതിഷത്തിൽ ഇത്തരത്തിലുള്ള ഓരോ പ്രവചനങ്ങളും നടത്തുന്നത്. വേദജ്യോതിഷത്തിലെ വിലയിരുത്തലുകൾ അനുസരിച്ച് ഈ വർഷം സാമ്പത്തികമായിട്ട് ഒരുപാട് ഭാഗ്യം ലഭിക്കാൻ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് അഭിവൃദ്ധി നേടാൻ യോഗം 12 രാശികളിൽ 3 രാശികൾക്കാണ്. അതായത് എല്ലാവർക്കും ഇങ്ങനെയുള്ള യോഗങ്ങൾ ഉണ്ടാവാം. എന്നാലും ഈ 12 രാശികളിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന 3 രാശികളിൽ വരുന്ന നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആ യോഗം ഉള്ളത്. അപ്പോൾ ഇവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ സമ്പത്ത് ആകർഷിക്കുകയും അത് നേടിയെടുക്കാനൊക്കെയുള്ള അവസരങ്ങൾ ഇവരിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഈ വർഷം സാമ്പത്തിക സമൃദ്ധിയിൽ ഒരുപാട് ഭാഗ്യം ലഭിച്ച് അതുകൊണ്ടൊക്കെ ജീവിതത്തിൽ ഒരുപാട് നല്ല സന്തോഷമൊക്കെ വന്നു ചേരാൻ യോഗമുള്ള ഈ രാശിക്കാർ ഏതെല്ലാമാണെന്നും, അല്ലെങ്കിൽ ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്നും, എങ്ങനെയാണ് അവർ സമ്പത്ത് ഉണ്ടാക്കുകയെന്നും നമ്മൾക്ക് ഈ വീഡിയോയിൽ കൂടി അറിയാം. അപ്പോൾ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓം നമഃശിവായ. അപ്പോൾ 2025 സാമ്പത്തികമായിട്ട് ഒരുപാട് ഭാഗ്യങ്ങളും അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ്. അതായത് ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ കാർത്തിക 45 നാഴിക, രോഹിണി മകീരം 30 നാഴിക. ഈ ഇടവം രാശി നക്ഷത്രങ്ങൾ ക്ഷമാശീലരും ആർക്കും ആശ്രയിക്കാവുന്നവരുമാണ്. 2025 ഇവരുടെ കഠിനാധ്വാനത്തിനെല്ലാം നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. പണം സമ്പാദിക്കാനും ബുദ്ധിപരമായ നിക്ഷേപങ്ങളിലൂടെ ഇവരുടെ സമ്പാദ്യം ഒരുപാട് വർദ്ധിപ്പിക്കാനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നതാണ്. തിടുക്കപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അബദ്ധങ്ങളോ തെറ്റുകളോ ഒന്നും പറ്റാറുകയുമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറവായിട്ടായിരിക്കും സംഭവിക്കുക. കയ്യിൽ വളരെ കുറച്ച് പണം മാത്രമേ ഉള്ളൂ എങ്കിലും ഏറ്റവും ലാഭകരമായി അത് നിക്ഷേപിക്കാനും അതിൽ നിന്ന് 10 മടങ്ങ് ലാഭം കൊയ്യാനും ഈ ഇടവം രാശി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. വളരെ കരുതലോടെയുള്ള ആസൂത്രണത്തിലൂടെ ഇടവം രാശിക്കാർക്ക് ഈ വർഷം സാമ്പത്തിക വളർച്ച ഒരുപാട് നേടാനാകുന്ന ഒരു വർഷമാണ് എന്ന് തീർച്ചയായിട്ടും പറയാം. ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ഈ വർഷം ഒരു ജ്യോതിഷ പണ്ഡിതൻ്റെ സഹായത്തോടെ നിക്ഷേപങ്ങൾ നടത്താനും പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങളൊക്കെ എടുക്കാനും അനുകൂലമായ സമയം കണ്ടെത്താവുന്നതാണ്. ഇനി അടുത്തതായിട്ട് 2025 സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ ഭാഗ്യം ലഭിക്കുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. അതായത് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ മകം, പൂരം, ഉത്രം 15 നാഴിക. ഈ ചിങ്ങം രാശി നക്ഷത്രങ്ങൾ നേതൃത്വ ഗുണങ്ങൾക്ക് ഒരുപാട് പേര് കേട്ട നക്ഷത്രങ്ങളാണ്. ചിങ്ങം ജന്മന നേതൃത്വ പാഠവും അതുപോലെ തന്നെ ഒരു ടീം ലീഡർഷിപ്പൊക്കെ നയിക്കാനും ഒരുപാട് കഴിവുള്ള നക്ഷത്രങ്ങളാണ്. ഇവരുടെ സഹൃദയത്വം ഈ വർഷം സാമ്പത്തികമായി അവരെ വളരെയധികം സഹായിക്കുന്നതാണ്. സമ്പത്ത് നേടുന്നതിനുള്ള നിരവധി അവസരങ്ങൾ ഇവർക്ക് മുമ്പിൽ തെളിയുന്നതായിരിക്കും. കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനും അതിലൂടെ ഒരുപാട് സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ നേടാനും ചിങ്ങം രാശി നക്ഷത്രങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഏത് ആൾക്കൂട്ടത്തിലും ശ്രദ്ധാകേന്ദ്രമാകാനുള്ള പ്രത്യേക കഴിവ് ഈ ചിങ്ങം രാശി നക്ഷത്രങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. അവരുടെ ഈ കഴിവ് ബിസിനസ് രംഗത്ത് ഒരുപാട് ഗുണകരമാകുന്നതുമാണ്. പുതിയതായി സംരംഭങ്ങൾ ആരംഭിക്കാനും അതിനെ വിജയത്തിലെത്തിക്കാനും ചിങ്ങം രാശി നക്ഷത്രങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് ഉണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഏത് വഴിയിലൂടെയാണ് ലാഭം വരികയെന്നും ഏതെല്ലാം ആളുകൾക്ക്
അതിനായി തന്നെ സഹായിക്കാൻ സാധിക്കും എന്നും ചിങ്ങം രാശി നക്ഷത്രങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. സമൂഹത്തിൽ പദവിയും സ്വാധീനവുമുള്ള ആളുകളെ പരിചയപ്പെടാനും അവരുമായിട്ട് ആ ബന്ധം സ്ഥാപിച്ച് നിലനിർത്തിക്കൊണ്ട് പോകാനുമൊക്കെ ഇവർ ശ്രമിക്കുകയും ആ ബന്ധം സാമ്പത്തിക വിജയത്തിനായി ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. മാത്രമല്ല, ലാഭകരമായ ചില ഇടപാടുകളിലും ഈ വർഷം ചിങ്ങം രാശിക്കാർ ഭാഗമാകുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട് 2025 സാമ്പത്തികമായിട്ട് ഒരുപാട് മഹാഭാഗ്യങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ യോഗമുള്ള അല്ലെങ്കിൽ ഭാഗ്യമുള്ള അവസാനത്തെ രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ്. അതായത് മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ ഉത്രാടം 45 നാഴിക, തിരുവോണം, അവിട്ടം 30 നാഴിക. ഈ മകരം രാശി നക്ഷത്രങ്ങൾക്ക് അവരുടെ ലക്ഷ്യം, നിശ്ചയദാർഢ്യം എന്നീ ഗുണങ്ങൾക്ക് പേരുകേട്ടവരാണ്. ഈ വർഷം മകരം രാശിയിൽ ജനിച്ചവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും അവർക്ക് ഒരുപാട് സാമ്പത്തിക വിജയങ്ങൾ നൽകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉള്ള മകരം രാശിക്കാർ ആ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുകയും അവർ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. അവർ അവരുടെ കരിയറിൽ വളരെയധികം ശ്രദ്ധയുള്ളവരും പരിശ്രമികളും ആയിരിക്കും. വിശദമായിട്ട് പറഞ്ഞാൽ, മണിക്കൂറുകളോളം മടുപ്പില്ലാതെ ജോലി ചെയ്യുന്ന ഇവർ ഒരിക്കലും തങ്ങളുടെ സ്വപ്നങ്ങൾ വിട്ടുകളയാൻ തയ്യാറാവുകയില്ല. അവരുടെ അർപ്പണ മനോഭാവത്തിനും നിശ്ചയദാർഢ്യത്തിനും ഉചിതമായ ഫലങ്ങൾ ഈ വർഷം ഇവർക്ക് ലഭിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ജോലിയിൽ പ്രമോഷനൊക്കെ നേടാനും പുതിയ പുതിയ ബിസിനസ് അവസരങ്ങളൊക്കെ സ്വന്തമാക്കാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ 2025 എന്ന് മനസ്സിലാക്കി എല്ലാ മകരം രാശി നക്ഷത്രങ്ങളും മുൻപോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മകരം രാശി നക്ഷത്രങ്ങൾക്ക് ഈ വർഷം ഒരുപാട് സാമ്പത്തിക ഉന്നതിയും സന്തോഷവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള, അതായത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാശികളിൽ ഒരു രാശി തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ പ്രതിപാദിച്ച ഈ 3 രാശികൾ, ഇടവം രാശി, ചിങ്ങം രാശി, മകരം രാശി, അതായത് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക 45 നാഴിക, രോഹിണി, മകയിരം 30 നാഴിക, അതുപോലെ തന്നെ ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ മകം, പൂരം, ഉത്രം 15 നാഴിക, അവസാനമായിട്ട് മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ ഉത്രാടം 45 നാഴിക, തിരുവോണം, അവിട്ടം 30 നാഴിക. ഇത്രയും നക്ഷത്രങ്ങൾക്കാണ്, അതായത് ഈ 3 രാശിയിൽ വരുന്ന ഇത്രയും നക്ഷത്രങ്ങൾക്കാണ് ഈ പുതുവർഷം 2025 ഏറ്റവും കൂടുതൽ സമ്പത്ത് വന്നു ചേരാനും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ആകർഷിക്കപ്പെടാനും ഒക്കെ ഒരുപാട് അനുഗ്രഹം ലഭിക്കുന്ന അല്ലെങ്കിൽ യോഗം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഇത്തരം യോഗങ്ങളും ഇത്തരം ഭാഗ്യങ്ങളുമൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നമ്മളുടെ മേഖലയിൽ, നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അവിടെ നമ്മളുടെ 100% ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനവും പരിശ്രമവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. കാരണം നമ്മൾ എത്ര പരിശ്രമിച്ചാലും എത്ര ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാലും ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് ഇതിൻ്റെയൊക്കെ നല്ല ഗുണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കഴിയുന്നത്ര ആളുകളും ഈ സമയത്ത് ക്ഷേത്ര ദർശനമൊക്കെ പതിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ വഴിപാടുകളൊക്കെ നേരാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ വഴിപാടുകളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്ത് മുൻപോട്ട് പോവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനകളും വഴിപാടുകളും മന്ത്രോച്ചാരണങ്ങൾക്കുമൊക്കെ അതിൻ്റേതായ ശക്തിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഓം നമഃശിവായ എന്ന മന്ത്രം രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ നന്ദി, നമസ്കാരം. ഓം നമഃശിവായ.